ഗൈസ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് പറഞ്ഞാൽ, നമ്മളൊരു സോഫ്റ്റ് പേഴ്സൺ ആണോ? അതായത് നമ്മൾ ഭയങ്കര സോഫ്റ്റായിട്ടും ഹമ്പിളായിട്ടും സിമ്പിളായിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എഴുതി വെച്ചോ. ഇത് 2024 ആണ്. നിങ്ങൾ മൂഞ്ചിയ ലൈഫായിരിക്കും. നമ്മളെല്ലാവരും മാക്സിമം യൂസ് ചെയ്യും. അത് ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ് ആയിക്കോട്ടെ, ഏത് റിലേഷൻ ആയിക്കോട്ടെ, നമ്മൾ സോഫ്റ്റായിട്ട് എത്രത്തോളം എവിടെ 100% നമ്മൾ ജെന്യുവനായിട്ട് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് നമുക്ക് നല്ലൊരു തിരിച്ചടി കിട്ടും. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്, എവിടെയാണെങ്കിലും ഒരു 100-ൽ 80 ഒരു 8% മാത്രം നമ്മൾ അവിടെ ഒരു സിൻസിയറിറ്റി കൊടുത്താൽ മതി. ബാക്കി 20% നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. നിങ്ങൾ ഇന്ന് ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തോ, ഇനിയുള്ള ലൈഫ് നിങ്ങൾക്ക് കളറായിരിക്കും. അല്ല, നിങ്ങൾ വീണ്ടും ഇതുപോലെയുള്ള ഇൻസൾട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള മെൻ്റലി സ്ട്രെസ്സായിട്ട് ഭയങ്കര ലൈഫ് ഭയങ്കര സ്റ്റിക്കായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും. അതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണിൽ എന്തായാലും ഉണ്ടായിരിക്കും, അത് ഉറപ്പാണ്. കാരണം മറ്റുള്ളവർ നന്നാവാൻ വേണ്ടിയിട്ട് ചിന്തിക്കാം, പക്ഷെ അത് നമ്മുടെ കാര്യം വിട്ടിട്ട് ചിന്തിക്കരുത്. നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം വേണം. നമ്മൾ പറയുമല്ലോ സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ സെൽഫ് ലവ് അങ്ങനെ പറയുമല്ലോ. അത് നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തായാലും നമ്മൾക്ക് ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മിസ്യൂസ് ചെയ്യും. അപ്പോൾ മിസ്യൂസ് ചെയ്യുക മാത്രമല്ല സുഹൃത്തുക്കളെ, നിങ്ങളെ പിഴിഞ്ഞ് മാക്സിമം നിങ്ങളുടെ എല്ലാതും ഊറ്റിയെടുത്തിട്ട് ചണ്ടിയായിട്ട് ലാസ്റ്റ് നിങ്ങൾ ഒരു വിലയില്ലാതെ നിങ്ങളെ വേസ്റ്റിലേക്ക് തള്ളും. അത് ഉറപ്പാണ്. കാരണം അവർ ഇന്നലെ എന്തോ ചെയ്തതെന്നല്ല അവരാലേക്ക്, ഇന്ന് എങ്ങനെയുണ്ട്, നാളെ അവരെ കൊണ്ട് ഉപകാരം ഉണ്ടോയെന്നാണ് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് കിട്ടുന്ന ടൈം നമ്മളെ സ്നേഹിക്കാനും നമ്മളെ ആഗ്രഹങ്ങൾ നടത്താനും നമുക്ക് ജീവിക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ചൊരു സബ്ജക്റ്റ് ആയിരുന്നു. എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്നറിയില്ല. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യാം. നമ്മൾ ചെറിയൊരു ചായയൊക്കെ കുടിച്ചാലോ. ഞാനും ബിലു അങ്ങനെ ചായ കുടിക്കാൻ കയറി. ചായയൊക്കെ കുടിച്ച് നല്ല ടേസ്റ്റുള്ള നമ്മുടെ ചങ്ങനത്തുള്ളൊരു കടയിൽ നിന്നാണ് ഞങ്ങൾ സ്ഥിരം കഴിക്കാവുന്ന ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നൊരു ചായക്കടയാണ്. അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. റോഡ് സൈഡിൽ നമ്മൾ എൻജോയ് ചെയ്ത് ചായ കുടിച്ചു. അതിനിടയ്ക്ക് ബിലുവിനൊരു മിഠായി വേണം പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്തു. ഒരു സ്പെഷ്യൽ പോലത്തെ ഒരു മിഠായി. അവനത് കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ദിവസം അങ്ങനെ മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്തു. അങ്ങനെ ഞാനും ബില്ലും കൂടിയിട്ട് ചങ്ങനകുളത്ത് കുറച്ച് കറങ്ങുകയൊക്കെ ചെയ്ത് ഇന്ന് പർച്ചേസിങ് കാര്യമായിട്ട് ഒന്നുമില്ല കേട്ടോ. എന്നും പർച്ചേസ് ചെയ്യാൻ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇത് എന്നും പർച്ചേസിങ് ആണോ എന്നുള്ളത്. വലിയ എമൗണ്ടിനൊന്നും പർച്ചേസ് ചെയ്യണില്ല. അങ്ങനെ സുഹൃത്തുക്കളെ, ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം കേട്ടോ. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുന്നേ. ആരും അഭിപ്രായങ്ങളൊന്നും പറയണില്ല. അത്രയ്ക്കും മോശമാണോ എൻ്റെ വീഡിയോ? അല്ല, ആരും അഭിപ്രായമൊന്നും പറയണില്ലേ? എന്തായാലും നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം. അങ്ങനെ വരണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഇങ്ങനെ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഹലോ, നിൽക്ക് വേറൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോക്കൊക്കെ കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കുന്ന എൻ്റെ ഫാമിലിയാണ്. എൻ്റെ അനിയത്തിയോളും ഉമ്മയുടെ അനിയത്തിയോളൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. എന്നപോലെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അവരോടും പിന്നെ ഈ വീഡിയോ കണ്ടിരിക്കുന്നവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. എൻ്റെയും ബിലുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും നിങ്ങളിതുപോലെ വീഡിയോസ് കാണണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറയണം. എനിക്കിതിന് മുൻപ് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ട് നമുക്ക് പരിചയമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനത് ചേർക്കാം. പിന്നെ അപ്പോൾ അന്ന് ശരി, ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു, ഗുഡ് നൈറ്റ്.